1/2 kg ട്യൂണ ഫ്രഷ് മാത്രം എടുത്ത് വയ്ക്കണം. മാറിനേഷന് വേണ്ടിയിട്ട് ഗാർലിക്ക്, ഗരം മസാല, കാശ്മീരി ചില്ലി, പെപ്പർ, ടർമറിക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കണം. മിക്സ് ചെയ്ത് പേസ്റ്റാക്കി ഈ കൺസിസ്റ്റൻസിയിലാക്കണം. ഇത് മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ മസാല എല്ലാം നന്നായിട്ട് മീനിലോട്ട് പിടിക്കാനായിട്ട് വയ്ക്കണം. ഇത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ട്യൂണയാണ്. ഇത് നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഫിഷ് ഫ്രൈ ചെയ്ത് പോകാം. നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഈ സെയിം ഓയിലിൽ തന്നെയാണ് മസാല തയ്യാറാക്കേണ്ടത്. അതിനാവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്. ഇത് നന്നായിട്ട് മൂക്കുമ്പോൾ ഒരു 3 ചെറിയ സവാള അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് മൂപ്പിക്കണം. നന്നായിട്ട് വഴറ്റണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. നന്നായിട്ട് വഴറ്റണം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വാടണം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ഫിഷ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയും ഫ്രൈഡ് ഫിഷൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാല എല്ലാം ഫ്ലേവറെല്ലാം ഈ ഫ്രൈ ചെയ്ത ഫിഷിൻ്റെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്യണം. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പോ മസാലയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചൂട മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്. തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് ഒന്ന് തിളപ്പിക്കണം. ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്.